ഈ പറയുന്ന ആ കപ്പലിനാണ് തീപിടിച്ചത്. വൈപ്പിൻ കാളമുക്ക് ഹാർബറിന് സമീപം ആണ് ഈ സ്വകാര്യ കപ്പലിന് തീ പിടിച്ചിരിക്കുന്നത്. ഇതൊരു സ്വകാര്യ യാർഡാണിത്. സീ ബ്ലൂ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയുടെ യാർഡാണ്. ചെറിയ തരം വെസലുകൾ ഇവിടേക്ക് അറ്റകുറ്റപ്പണികൾക്കായി വരാറുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്വകാര്യ സ്ഥാപനം. സീ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ അറ്റകുറ്റപ്പണിക്കായി പെയിൻറ്റിങ് ജോലിക്കടക്കം എത്തിച്ച ഒരു ഷിപ്പിലാണ് ഇങ്ങനെ തീ പിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഹർത്തലം ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് ഞാൻ രാവിലെ ഒരു 4:30 അതിന് പരിസരവാസികൾ വിളിച്ച് പറയണത് ഇങ്ങനെ കപ്പലിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ സീ ബ്ലൂവിൽ. അത് ഞാൻ ഉടനെ ഇവിടെ വരികയും ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സംഗതി ഒരു ഫയർ എഞ്ചിനാണ് ഉള്ളത്. ഫയർ എഞ്ചിൻ വന്ന ശേഷം മറ്റുള്ള രീതിയിലുള്ള ഒരു റെസ്ക്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ യൂണിറ്റുകളിലൊക്കെ വിളിച്ചതിൻ്റെ അപാധകൾ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് താൽക്കാലികമായിട്ട് പ്രതികരണമൊന്നും ഇല്ല. അവസാനം ഞാൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം, ഈ ഫയറിലേക്ക് വിളിക്കണം. അങ്ങനെ ഇവരെ യൂണിറ്റൊക്കെ സജീവമാണ്. പക്ഷെ ഫസ്റ്റ് ആദ്യത്തെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് ശമിക്കാറുണ്ട്. പക്ഷേ ഇവരെല്ലാം പറയുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാം സ്ലോയിലായിരുന്നു. ആ രീതി 4-4.5 മണിക്കൂറായി. ഇപ്പോഴും നമുക്ക് ഈ പറയുന്നത് കടത്താൻ പറ്റില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് സീ ബ്ലൂ എന്ന് പറയുന്ന കമ്പനിയുടെ? ഇത് സീ ബ്ലൂ കമ്പനിയുടെയാണ്. കഴിഞ്ഞ ദിവസം അവർ ഷിപ്പ് ഇവിടെ നിന്ന് ഇറക്കിയ ഷിപ്പാണെന്ന് പറയണം. ആദ്യം ഇതിൻ്റെ പേര് ഉപയോഗിക്കുന്ന കമ്പനിയാണെന്ന് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ വിശാലാക്ഷിയൊക്കെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എന്താണ് സംഭവം എന്നുള്ളത് ഷോർട്ട് സർക്യൂട്ട് എന്ന് അവർ പറയണം. നമുക്ക് സംഭവം എന്ന് അറിയാൻ പാടില്ല. കാരണം എപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറയണത് ഇപ്പോൾ പണിക്കാർ ചോദിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയണം. അപ്പോൾ ഈ പറയാൻ ബന്ധപ്പെട്ട രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സജീവമാക്കി രാവിലെ ഇവരുടെ ഭാഗത്തുനിന്ന് കമ്പനിയുടെ ആളും ഞാനാണ് വിളിച്ചത്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. പക്ഷേ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസോ കാര്യങ്ങളോ വിത്തനായിട്ടില്ല. ഈ ഇളകുന്നപ്പുഴ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിക്ക് ഒരുവിധം നടപടിയില്ല. ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച് ഈ തൊട്ടടുത്ത് സ്കൂളുണ്ട്, സാൻ ബ്ലാസ്റ്റിങ്ങും ബൂത്തുകളൊന്നും നിർമ്മിക്കാണ്ട് സാൻ ബ്ലാസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മെമ്പർക്ക് ഞങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ട് ഒരു 6-7 മാസം മുമ്പ് പരാതി കൊടുത്തു. ഇതുവരെ നടപടി ഒന്നുമില്ല. മെമ്പർ പറഞ്ഞ വികസനമാണെന്ന് പറയല്ലാണ്ട് ഇതിൽ ആളുകളൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് ജനങ്ങളുണ്ടായി 7 സ്റ്റാഫ് ഉണ്ടായിരുന്നു. 7 സ്റ്റാഫ് അവർ അതിനകത്തുണ്ടായിരുന്നു. അവർ 4 പണി രാത്രി നൈറ്റ് വർക്ക് ഉണ്ടായെന്ന് പറഞ്ഞ് അവരിറങ്ങി ഇതര സംസ്ഥാനക്കാരാണ്? ഇല്ല തമിഴന്മാരും ഉണ്ട്, മലയാളികളൊക്കെ എല്ലാം മിക്സ് തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും അതിൽ അവർ അപ്പത്തെ വിളിച്ചു കമ്പനിക്കാരെ അറിയിച്ച്. അപ്പം കമ്പനിക്കാരെ അറിയിച്ചിട്ട് കാര്യമില്ല. കമ്പനി ഉടമകൾ ഇവിടെ ഉണ്ടോ? മുമ്പ് ഇപ്പോൾ ഓരോരുത്തർ കാണാൻ ദിവസമുള്ളത് ഇവിടുത്തെ മാനേജർ അതിലൊക്കെ വന്ന് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. മാനേജർ ഉണ്ടല്ലേ? നല്ല ഗംഭീര പുകയായിരുന്നു. രക്ഷയുണ്ടായിരുന്നില്ല. 4 മണിക്കൊക്കെ 4 മണി 4 നല്ല പുകയായിരുന്നു. കാണാൻ പറ്റില്ല, അത്രയ്ക്ക് രീതിയിൽ നല്ല പുകയായിരുന്നു. ഇപ്പോഴും 4-ക്കാണ് ഫയർ എഞ്ചിൻ വന്നത് ഒറ്റ. അത് കഴിഞ്ഞ ആ ടൈമിൽ ഇവിടെ ആരുമില്ല. ആ ഷിപ്പിലെ ക്രൂ മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വന്നത്. ഈ 8 വന്നങ്ങൾ ഫയർഫോഴ്സ് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ വെളുപ്പ് വേണ്ട എന്തായിരുന്നു കണ്ണിരിക്കുന്ന ശ്വാസം മുട്ട ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അയൽവാസികൾ എല്ലാവർക്കും. ഈ ഷിപ്പ്യാർഡ്, ഈ സീ ബ്ലൂ ഷിപ്പ്യാർഡിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവരെ സ്വാധീനം ഉപയോഗിച്ച് ഇവരിതെല്ലാം ധിക്കാരപരമായിട്ട് ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു ഉൾപ്പെടെ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇവിടെ സാൻ ബ്ലാസ്റ്റിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദമോ ലൈസൻസോ ഇല്ല. കൂടാതെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും നമ്മളെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഉൾപ്പെടെ ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏത് സമയത്താണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്? ജാനുവരിയിൽ. ഇത് കൂടാതെ ഇവരെ സീ ബ്ലൂ ഷിപ്പ്യാർഡിൻ്റെ കമ്പനി തൊട്ടപ്പുറത്തുണ്ട്. അതിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇത് ഇപ്പോൾ ഉൾപ്പെടെ എത്ര മീറ്ററോളം വരും ചേട്ടാ നികത്തിയേക്കണത്? പുഴ നികത്തിയേക്കണത് 50 മീറ്ററോളം പുഴ നികത്തിയാണ് ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത് ഉൾപ്പെടെ നമ്മൾ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ പുഴ നികത്തിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളും ഇവർ തടയിടുകയാണ്. ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്? ഇവിടെ സാൻ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന മൂലം ജനങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള ഇത് നേരെ കാണുന്നത് LP സ്കൂളാണ്. സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സാൻ ബ്ലാസ്റ്റിംഗ് നടത്തി അതിൻ്റെ പൊടിപടലങ്ങൾ മൂലം സാൻ ബ്ലാസ്റ്റിംഗ് നടത്തണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം വേണം. അതുപോലും ഇല്ലാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്ത
ഇവിടുത്തെ നോട്ടീസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. പൊല്യൂഷൻ കൺട്രോളിൻ്റെ നോട്ടീസ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്, ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ നിർമ്മാണ പ്രവർത്തനം. ഇതിനെതിരെ എത്ര കാലമായിട്ടുണ്ട് ഈ കമ്പനിയുടെ? ഇത് വർഷങ്ങളായിട്ടുള്ള കമ്പനി തൊട്ട് അപ്പുറത്താണ് സീ ബ്ലൂ. അതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ പുതിയ സംരംഭം ഇവിടെ ആരംഭിച്ചേക്കനാണ്. ഇത് ലൈസൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവ്യക്തമാണ്. ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ ഒതുക്കുന്ന രീതിയാണ് ഇതിൻ്റെ മാനേജർ ചെയ്യുന്നത്. അവരുടെ മെയിൻ പരിപാടി ഇന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഞാനാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഞാൻ ഈ ചെക്കനെ വിളിച്ചാണ് ഇവനെ പോയി വിളിച്ച് പിന്നെ പോലെ എന്തോ കത്താണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര കത്താൻ. ആദ്യമായിട്ടാണ് തീപിടുത്തം ആദ്യമായിട്ടാണ് ഇവിടെ. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കൂടുതൽ വല്ല പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? ഇത് ഞങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളത് സംബന്ധിച്ച് പ്രക്ഷോഭ പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം യാതൊരു വിധത്തിലുള്ള ലൈസൻസോ അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉൾപ്പെടെ അനുവാദമില്ലാതെ നടത്തുന്ന ഈ സംരംഭം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ സംരംഭം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് CPM പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മനു, കാര്യങ്ങൾ ക്ലിയർ ആണ്. അവർ പറയുന്നതനുസരിച്ച് ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, അങ്ങനെ ഗുരുതരമായൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമ്മോ അടക്കം ഇവിടെ നൽകിയിരുന്നതാണ്. ഇത് നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയില്ല. അങ്ങനെ എല്ലാ തരത്തിലും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഈ കമ്പനി പ്രവർത്തനം തുടരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. നിരവധി പേരുടെ പ്രതികരണം നമ്മൾ കണ്ടു. വലിയൊരു തീപിടുത്തമുണ്ടാകുമ്പോൾ ഈ പുകയൊക്കെ പടർന്ന് സ്വാഭാവികമായും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ പറഞ്ഞു കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? മനു, ആളുകളുടെ പ്രതികരണം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്നൊരു സാഹചര്യം ആർക്കും വന്നിട്ടില്ല. പക്ഷേ അല്പം മുമ്പ് സംസാരിച്ച നാട്ടുകാർ പറഞ്ഞു പുലർച്ചെ 4:30-5 മണി ആ സമയത്തൊക്കെ വലിയ തരത്തിൽ പുക വരികയും അത് കണ്ണെരിയുന്ന തരത്തിൽ ശ്വാസമുട്ടൽ അങ്ങനെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. വളരെ വേഗം ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കൂടെ എത്താൻ കഴിയുകയും ആ പുക നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്തതായിരിക്കാം അങ്ങനെ ഒരു ആശ്വാസം ലഭിക്കാനിടയായത് എന്ന് കരുതുന്നു. ഏതായാലും പൂർണ്ണമായും ഇപ്പോഴും തീ അണച്ചു എന്ന് പറയാനാവില്ല. പുക ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിനുള്ള ശ്രമം, അത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മനു. ശരി, ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ തത്സമയം നൽകിയത്. വൈപ്പിലെ സ്വകാര്യ യാർഡിലുണ്ടായ തീപിടുത്തമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സകലമാന നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതാണ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു. പൊല്യൂഷൻ ബോർഡിൻ്റെ ഇതിനെതിരായ സർട്ടിഫിക്കറ്റ്, ഇതിനെതിരായ നിലപാടുകളുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIM അവിടെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നുവെന്നാണ് അതിൻ്റെ പ്രാദേശിക നേതാക്കൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.